ഹണി റോസിനെ അധിക്ഷേപിച്ച വ്യവസായ പ്രമുഖൻ ബോച്ചെ തന്നെ നേരിട്ട് പരാതി നൽകി നടി. ലൈവ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഭൂചലനത്തിൽ വിറങ്ങലിച്ച് നേപ്പാൾ. മരണസംഖ്യ 100 കടന്നു. കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങി നിരവധി പേർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. സഹായഹസ്തവുമായി ലോകരാജ്യങ്ങൾ. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി ഹണി റോസ്. താരത്തിന്റെ മൊഴിയെടുത്ത് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിലും കൂടുതൽ നടപടിക്ക് കൊച്ചി കമ്മീഷണർ. നിയമവ്യവസ്ഥയിൽ വിശ്വാസമെന്ന നടി. UDF നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്. UDF പ്രവേശന നീക്കം സജീവമാക്കി PV അൻവർ. പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു. പ്രക്ഷോഭ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തതെന്ന് തങ്ങൾ. താൻ തുടങ്ങിവെച്ച പ്രക്ഷോഭം UDF ഏറ്റെടുത്താൽ മാത്രം മതിയെന്ന് MLA. അൻവറിന്റെ നീക്കത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായം. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ ആക്രമണത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ കുടുങ്ങി കോൺഗ്രസ്. വ്യക്തമായ മറുപടിയില്ലാതെ നേതൃത്വം. കുടുംബത്തിന്റെ മൊഴിയെടുത്ത വിജിലൻസ്. IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ നീക്കം. MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPM. NN കൃഷ്ണദാസിന് താക്കീത്. നടപടി പരസ്യപ്പെടുത്തി MV ഗോവിന്ദൻ. CPM സംസ്ഥാന സമിതി തീരുമാനം പെട്ടി പരാമർശത്തിൽ. പെരിയ കേസിൽ നേതാക്കളെ കുടുക്കിയതായും MV ഗോവിന്ദൻ. നിയമ പോരാട്ടത്തിന് പിന്തുണയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ട്, അതിൻ്റെ അടിയിൽ പാൻ്റ് ഇട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട്, കൊടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് സ്വാമി സച്ചിദാനന്ദ. നിലപാടിനോട് യോജിച്ച ഹിന്ദു ഐക്യവേദി. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നും ശിവഗിരി മഠാധ്യക്ഷൻ. പ്രതികരണം Q18. കണ്ണൂർ റീജിത്ത് കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം. പ്രതീക്ഷിച്ചത് വധശിക്ഷയെന്ന് കുടുംബം. വിധിയെ സ്വാഗതം ചെയ്ത് CPM. അന്വേഷണ സംഘം പ്രതികളെ കുടുക്കിയതെന്നും CPM. പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന് ഷിഗസ് നഗരത്തിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരണം 100 കടന്നു. 135ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഭൂചലനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. നേപ്പാളിലും ഭൂട്ടാനിലും ബീഹാർ, അസം അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രകമ്പനമാണ് അനുഭവപ്പെട്ടത്. ടിബറ്റിൽ പടിഞ്ഞാറൻ ചൈനയോട് ചേർന്ന പ്രദേശത്ത് 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലാണ് വ്യാപക നാശനഷ്ടം. ഷിഗത്സെ നഗരത്തിൽ നിന്ന് 23 കിലോമീറ്റർ അകലെയുള്ള ചെറുപട്ടണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 1500ഓളം പേരെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചു. രാവിലെ 6:35ഓടെയായിരുന്നു ആദ്യ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. നേപ്പാളിന്റെ വടക്ക് കിഴക്ക് ലോബൂച്ചയിൽ നിന്ന് 93 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പിന്നീട് 2 തവണ തുടർചലനങ്ങൾ ഉണ്ടായി. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്കോടി. ഉത്തരേന്ത്യയിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ബീഹാർ, ആസാം, ബംഗാൾ, ഡൽഹി, NRC എന്നിവിടങ്ങളിലാണ് ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, News 18. UDF പ്രവേശനത്തിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി PV അൻവർ MLA. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെയാണ് PV അൻവർ കണ്ടത്. മറ്റ് UDF നേതാക്കളെയും നേരിൽ കാണുമെന്നും ഒരു ഉപാധിയും കൂടാതെയാണ് UDFനോട് സഹകരിക്കാൻ ഒരുങ്ങുന്നതെന്നും അൻവർ വ്യക്തമാക്കി. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ വനം വന്യജീവി വിഷയത്തിൽ താൻ തുടങ്ങിവെച്ച പ്രക്ഷോഭം UDF ഏറ്റെടുത്താൽ മാത്രം മതിയെന്ന് അൻവർ. ഉപാധിയില്ലാതെ UDFനെ പിന്തുണയ്ക്കുമെന്നും ഒരു സീറ്റ് പോലും വേണ്ടെന്നും അൻവർ. UDF ഏറ്റെടുക്കണം. ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവർ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. കാരാത്തോടെത്തി PK കുഞ്ഞാലിക്കുട്ടിയെയും. മുന്നണി പ്രവേശനത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, പ്രക്ഷോഭത്തിന് പിന്തുണ തേടിയാണ് എത്തിയതെന്നും അൻവർ. ഇതൊരു രാഷ്ട്രീയ പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിന്റെ മുന്നണി പ്രവേശനമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല. പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും UDFന്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഇങ്ങനെ പ്രതികരിച്ചു. ആ നിയമം നടപ്പി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി, അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു മൂവ്മെന്റ് നടത്തുന്നു, അത് ഈ കൃഷിക്കാരുടെ പ്രശ്നമാണ്. രാവിലെ വനംവകുപ്പിനെതിരെ നിശിത വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാത്തത് തോമസ് K തോമസ് മന്ത്രിയായാൽ ഭേദഗതി കൊണ്ടുവരാൻ ആകില്ല എന്നതുകൊണ്ടാണെന്നും അൻവർ വിമർശിച്ചു. ഈ ഫോറസ്റ്റ് മന്ത്രിയുടെ സംഭാവന എന്താ? ഈ 3.5 കൊല്ലത്തിനിടക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചുക്കാണ് ചെയ്തത്? NCPയുടെ ഭാഗമായിട്ട് വന്നൊരു മന്ത്രിയെ NCPയുടെ പ്രസിഡന്റാ മാറ്റാൻ പറഞ്ഞത്. മാറ്റാത്തതിന് കാരണം എന്താ പറയുക? നമുക്ക് മാറ്റിയാൽ ഈ ബില്ല് ഒപ്പിടേണ്ടത് തോമസ് K തോമസ് എന്ന് പറയുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട MLA ആയിട്ടുള്ള തോമസ് K തോമസ് ആണ്. തോമസ് K തോമസ് ഫോറസ്റ്റിന്റെ മന്ത്രിയായി വന്നാൽ ഈ അമെന്റ്മെന്റിൽ ഒപ്പിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുസ്ലിം ലീഗിനെ വിശ്വാസത്തിലെടുത്ത് UDF മുന്നണിയുടെ ഭാഗമാകാനുള്ള നീക്കങ്ങളാണ് അൻവർ തുടങ്ങിവച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെയും UDFിലെ മറ്റ് ഘടകകക്ഷികളിലെയും നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് 18 മലപ്പുറം. UDF നേതൃത്വവുമായി കൂടുതൽ അടുക്കുന്ന അൻവറിന് വെല്ലുവിളിയായി കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പ്. നിലമ്പൂരിലെ അൻവറിന്റെ പ്രതിയോഗിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് അൻവറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. അൻവറിനെ സ്വീകരിക്കാൻ ലീഗ് തയ്യാറാകുമ്പോഴാണ് എതിർപ്പ് പരസ്യമാക്കി ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വരുന്നത്. ജനകീയ വിഷയത്തിലെ അറസ്റ്റ് ആയുധമാക്കി മുന്നണി പ്രവേശനം പ്രതീക്ഷിക്കുന്ന അൻവറിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നതായിരുന്നു ഷൗക്കത്തിന്റെ വാക്കുകൾ. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. DMK TMC പ്രവേശനമെന്ന് അൻവർ പറഞ്ഞു നടന്നതുപോലെയാണ് UDF പ്രവേശനമെന്ന് പരിഹസിക്കുന്നു ഷൗക്കത്ത്. DMKയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMCയിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDFിൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDFും അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായം. ലീഗിനെ വിശ്വാസത്തിലെടുത്ത് മുന്നണിയിലെത്താനുള്ള അൻവറിന്റെ നീക്കമാണ് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് തള്ളുന്നത്. അൻവറിനോടുള്ള നിലപാടിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കൂടുതൽ എതിർപ്പുയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അൻവറിന്റെ സംഘടനയെ UDFിന്റെ ഭാഗമാക്കണമെന്നതാണ് ലീഗിന്റെ താൽപര്യം. എന്നാൽ RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഇതിനോട് യോജിപ്പില്ല. അൻവറിന്റെ മുൻകാല നിലപാടുകളിൽ കോൺഗ്രസിൽ കൂടുതൽ ഭിന്നസ്വരങ്ങൾ ഉയരാനും സാധ്യതയുണ്ട്. UDFിലെത്തി നിലമ്പൂർ സീറ്റിൽ തന്നെ മത്സരിക്കാനുള്ള അൻവറിന്റെ നീക്കം മനസ്സിലാക്കിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് രംഗത്തെത്തിയത്. പാർട്ടിയിലും മുന്നണിയിലും ഉയരുന്ന ഭിന്നസ്വരങ്ങളെ നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് നിർണായകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലെ DCC ട്രഷററുടെ ആത്മഹത്യാക്കുറിപ്പിൽ കുടുങ്ങി കോൺഗ്രസ്. കത്ത് കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എന്ത് നടപടി എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയില്ല. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. കുടുംബത്തിനെ മൊഴിയെടുത്ത വിജിലൻസ് സംഘം IC ബാലകൃഷ്ണൻ MLAയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയേക്കും. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൃത്യമായ പരാമർശമുണ്ട്. കത്ത് പുറത്തു വന്നതോടെ നേതൃത്വം കൂടുതൽ പരുങ്ങലിലായി. താൻ നേരിടുന്ന പ്രതിസന്ധി വിജയൻ പാർട്ടിയെ അറിയിച്ചിട്ടും നേതൃത്വം ഇടപെട്ടിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. കത്ത് കിട്ടിയെന്ന് സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് എന്തു നടപടിയെടുത്തു എന്നതിൽ വ്യക്തതയില്ല. കത്ത് കിട്ടി എന്നുള്ളത് ശരി, അതിനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. കത്ത് കിട്ടി, നേരിട്ട് വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇതിന്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ കത്ത് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും 2-3 ആളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് അന്ന് ആക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാന്? പാർട്ടി അന്വേഷിക്കുന്നു എന്നതിനപ്പുറം പ്രതിപക്ഷ നേതാവിനും വ്യക്തമായ മറുപടിയില്ല. അത് പാർട്ടി അത് അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ കത്ത് കൊണ്ടുവന്നു. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു.
വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. വിജയന്റെ മരണകാരണം അന്വേഷിക്കാൻ KPCC സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. മരണകാരണം അന്വേഷിക്കുന്നതിനപ്പുറം പാർട്ടി നേതാക്കൾക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് മൗനം തുടരുകയാണ്. NM വിജയന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിജിലൻസ് സംഘം മൊഴിയെടുത്തു. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യാൻ ഉടൻ വിളിപ്പിച്ചേക്കും. ഇതിനിടെ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPM രംഗത്ത് വന്നു. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഈ സംബന്ധിച്ച് UDFന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. DCC ട്രഷററുടേത് കൊലപാതകമാണെന്ന് BJPയും ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ന്യൂസ് 18 വയനാട്. കണ്ണപുരം ചുണ്ടയിൽ CPM പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്ന് റിജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തവും 1 ലക്ഷം രൂപ വീതം പിഴയും. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 22 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 59 രേഖകളും 50 തൊണ്ടി മുതലും പരിശോധിച്ചു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. റിജിത്ത് അടക്കമുള്ള 5 അംഗ സംഘത്തെ നടന്നു പോകുന്നതിനിടെ RSS പ്രവർത്തകർ പതിയിരുന്ന് ആക്രമിച്ചുവെന്നായിരുന്നു കേസ്. ഗുരുതരമായി പരിക്കേറ്റ റിജിത്ത് കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചത്. അവർ പുറത്തു വരാൻ പാടില്ല. അവിടെ നിന്ന് അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാനാണ് വരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടിക്കിയതെന്നാണ് BJPയുടെ ആരോപണം. അന്ന് CPMന്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ രീതി. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും കുറ്റക്കാരായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. കണ്ണപുരം റിജിത്ത് വധക്കേസിലെ വിധി സ്വാഗതാർഹമെന്ന് EP ജയരാജൻ. ആസൂത്രിത കൊലപാതകമാണ് സംഘപരിവാർ നടത്തിയത്. വിധി വിശദമായി പരിശോധിച്ച ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നും EP പ്രതികരിച്ചു. കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനുള്ള വിലക്കിൽ ഇളവ്. കൊടിസുനി പ്രതിയായ ഇരട്ട കൊലപാതക കേസ് വിചാരണ ദിവസങ്ങളിൽ ജില്ലയിൽ പ്രവേശിക്കാനാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അനുമതി നൽകിയത്. ഈ മാസം 22-നാണ് കേസിന്റെ വിചാരണ തുടങ്ങുക. വിചാരണ വേളയിൽ മാത്രം ജില്ലയിൽ പ്രവേശിക്കാനാണ് അനുമതി. 2010-ൽ ന്യൂമാഹിയിൽ 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് കൊടിസുനി. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാനുള്ള വിലക്കിലാണ് ഇളവ് നൽകിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വെട്ടിലാക്കിയ പരാമർശങ്ങളിൽ NN കൃഷ്ണദാസിനെതിരെ CPM നടപടി. കൃഷ്ണദാസിനെ താക്കീത് ചെയ്യാൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം പരസ്യമാക്കി. പൊതുവായി ചർച്ച ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് പാർട്ടി നിലപാട്. അത്തരത്തിലുള്ള നിലപാടാണ് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ സഖാവ് NN കൃഷ്ണദാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിശദമായിട്ട് പരിശോധിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നത് ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. അത്തരമൊരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു.
വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം, പ്രത്യേകിച്ച് ഇടതുപക്ഷം പെട്ടി പരാമർശവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക, അതിനൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോടും NN കൃഷ്ണദാസ് നടത്തിയ പരാമർശങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കുന്നു, അങ്ങനെ കരുതാമോ? അതുതന്നെയാണ് അപർണ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് CPM-ന്റെ നേതൃത്വം എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി തന്നെ നിലപാടെടുത്തയാളാണ് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ്. 2 സംഭവങ്ങളാണ് പാർട്ടിയെ വെട്ടിലാക്കാൻ NN കൃഷ്ണദാസ് അവിടെ ഉപയോഗിച്ചത്. അതൊന്ന്, കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ പെട്ടിയിൽ ട്രോളി ബാഗിൽ പണം കടത്തിയെന്ന ആരോപണം വലിയ രീതിയിൽ CPM ഉന്നയിക്കുമ്പോൾ പെട്ടിയൊന്നുമല്ല ഇവിടെ ചർച്ചയാക്കേണ്ടത്, പെട്ടിയുടെ നിറം നോക്കുകയല്ല വേണ്ടത്, മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM നിലപാടിനെ പൂർണ്ണമായി തള്ളി NN കൃഷ്ണദാസ് രംഗത്ത് വന്നിരുന്നു. വലിയ വിമർശനങ്ങൾ ആ വിഷയത്തിൽ NN കൃഷ്ണദാസിന് അന്ന് തന്നെ എതിരെ ഉണ്ടായിരുന്നു. CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും വലിയ വിമർശനം കൃഷ്ണദാസിനെതിരെ ഉയർന്നിരുന്നു. CPM നിലപാടിനെ മറികടന്നുകൊണ്ട് NN കൃഷ്ണദാസ് എന്തിനിങ്ങനെ പ്രവർത്തിച്ച ചോദ്യം അന്ന് തന്നെ ഉയർന്നതാണ്. അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, മാധ്യമങ്ങളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട് NN കൃഷ്ണദാസ് നടത്തിയ പട്ടിപ്പരാമർശമാണ്. ഈ 2 പരാമർശങ്ങളിലാണ് ഇപ്പോൾ NN കൃഷ്ണദാസിനെതിരെ നടപടിക്ക് CPM തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ നേതൃത്വം കടുത്ത നിലപാടെടുത്തു. NN കൃഷ്ണദാസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം മുന്നോട്ട് വച്ചു. സംസ്ഥാന നേതൃത്വം അതിനോട് അനുകൂലിച്ചു. അങ്ങനെയാണ് NN കൃഷ്ണദാസിനെ താക്കീത് ചെയ്യാൻ CPM തീരുമാനിച്ചത്. CPM-ന്റെ അച്ചടക്ക നടപടികളുടെ ഗൗരവം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ നടപടിയാണ്, ഏറ്റവും കുറഞ്ഞ നടപടിയാണ് താക്കീത്. അത് സാധാരണഗതിയിൽ അത്ര താക്കീത് സംഘടനയ്ക്കുള്ളിൽ മാത്രം ഒതുക്കേണ്ടതാണ്. പക്ഷേ കൃഷ്ണദാസ് ചെയ്ത ഈ തെറ്റിൻ്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്താണ് CPM സംസ്ഥാന സെക്രട്ടറി അത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയത്. താക്കീതും ശാസ്ത്രീയം, പരസ്യശാസ്ത്രീയം തരം താഴ്ത്തൽ പോലുള്ള നടപടികളാണ് CPM-നുള്ളത്. ഏറ്റവും ഗൗരവം കുറഞ്ഞ നടപടിയാണ് താക്കീത്. പക്ഷേ ആ താക്കീത് പരസ്യമായി പറയാൻ, പരസ്യ താക്കീതെന്ന് പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കാൻ, പാർട്ടി പ്രവർത്തകരെ അറിയിക്കാൻ CPM തയ്യാറായി എന്നതാണ് കൃഷ്ണദാസ് ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അത്രത്തോളം CPM കാണുന്നു എന്നതിന് തെളിവായി നമുക്ക് പറയാൻ കഴിയുന്നത്. കൃഷ്ണദാസ് CPM-ന്റെ മുതിർന്ന സംസ്ഥാന സമിതി അംഗമാണ്. ആ നേതാവ് പാർട്ടിയിൽ ഭിന്നത ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചു. അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരം നടപടിയിലേക്ക് കടന്നത്. ചുരിദാർ ധരിച്ചെത്തുന്ന സ്ത്രീകൾക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം അനുവദിക്കുന്നത് അന്ധവിശ്വാസമാണ്. സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിനോട് ഹിന്ദു ഐക്യവേദിയും യോജിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നതടക്കമുള്ള സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടുകൾ വലിയ ചർച്ചയാവുകയാണ്. ഷർട്ട് വിവാദത്തിന് പിന്നാലെ ശിവഗിരി മഠം അധ്യക്ഷന്റെ നിലപാടുകൾ വലിയ ചർച്ചകൾക്കിടവയ്ക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചെത്തുന്നവർക്കും പ്രവേശനം നൽകണം. ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് ധരിച്ചവർക്ക് പ്രവേശനം നൽകുന്ന രീതി അന്ധവിശ്വാസമാണ്. ക്ഷേത്ര ഭരണസമിതി നിലവിലെ രീതി പുനഃപരിശോധിക്കണം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ, ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ, അതിൻ്റെ അടിയിൽ പാൻ്റ് ഇട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട്, ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ശബരിമലയിലെ യുവതീ പ്രവേശനം അനുവദിക്കണമെന്നാണ് ശിവഗിരി മഠത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ നൽകിയ സ്വാമി സച്ചിദാനന്ദയുടെ വാക്കുകൾ ഇങ്ങനെ: ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക. ആ സമയത്ത് പുരുഷന്മാർ അങ്ങോട്ട് പോകണ്ട. ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യുന്ന പുതിയ ചർച്ചകളോട് ഹിന്ദു സംഘടനകൾക്ക് വലിയ വിയോജിപ്പുണ്ട്. വിവാദത്തിന് തുടക്കമിട്ടത് ശിവഗിരി മഠം അധ്യക്ഷനായതുകൊണ്ട് തന്നെ നിലപാടെടുക്കുന്നത് കൂടുതൽ ജാഗ്രതയോടെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരരീതികളിൽ പരിഷ്കരണം വേണമെന്ന് ഹിന്ദു ഐക്യവേദിയും പറയുന്നു. അവിടെ ഈ ഈശ്വരനെ പറ്റിക്കാനായിട്ട് ചുരിദാറിന്റെ മുകളിൽ അല്ലെങ്കിൽ പാന്റിന്റെ മുകളിൽ മുണ്ട് ധരിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ അടിയിൽ പാന്റ് ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക, അല്ലെങ്കിൽ ചുരിദാർ ഇടുക, അതിന്റെ മുകളിൽ മുണ്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ക്ഷേത്രം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പുറത്ത് അതിനുള്ള മുണ്ട് വരെ വാടകയ്ക്ക് കിട്ടും. വിശ്വാസികൾ തന്നെ സ്വയം ആത്മവഞ്ചന നടത്തുന്നു എന്ന് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഒഴിവാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. SNDPയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്താണ് തുടങ്ങിയതെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലേക്കും പരിഷ്കരണം വേണമെന്നാണ് ശിവഗിരി മഠം അധ്യക്ഷൻ പറയുന്നത്. എന്നാൽ ഹിന്ദു ആചാരരീതികളെ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ചർച്ചകൾക്ക് പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങളുണ്ടെന്നാണ് NSSന്റെയും BJPയുടെയും നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം.
ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസ്. അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നടി പരാതി നൽകിയത്. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നും നടി പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആജ്ഞ, ഈ അധിക്ഷേപിച്ച വ്യവസായ പ്രമുഖൻ ആരാണ്? അത് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടി പരാതിയിലേക്ക് കടക്കുന്നു. പരാതിക്ക് അരി എന്ന രീതിയിൽ തന്റെ പേര് മറച്ചു വെക്കരുത് എന്നുകൂടി ഹണി റോസ് പറയുമ്പോൾ അതൊരു വേറിട്ട ഒരു പോരാട്ടം കൂടിയാകുകയാണ്. ഒരു സൈബർ ആക്രമണങ്ങളുടെ ഒരു വലിയ പരമ്പര നടക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ തുടക്കം കൂടിയാവുന്നു. എന്തെല്ലാമാണ് പരാതിയിലുള്ളത്? പോലീസ് ഏത് തരത്തിലുള്ള നടപടിയെടുക്കുമെന്നുള്ള സൂചനകളുണ്ട്. അപർണ, സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈംഗിക അധിക്ഷേപത്തോടെ തന്നെ അധിക്ഷേപിച്ചു, ലൈംഗിക ചുവയോടെ തന്നെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ നിരന്തരം തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നു തുടങ്ങിയവയാണ് ഈ പരാതിക്ക് പ്രധാനമായും അടിസ്ഥാനമായിട്ടുള്ളതെന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ പേര് മറച്ചു വെക്കരുത്. കാരണം ഇത് BNS സെക്ഷൻ 75(4) പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് ലൈംഗിക അധിക്ഷേപത്തോടെ ഒരു സ്ത്രീയെ സമീപിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെ സംസാരിക്കുക, സ്പർശനം, ഇങ്ങനത്തെ ലൈംഗിക ആവശ്യങ്ങളോടെ അല്ലെങ്കിൽ അത്തരം ഉദ്ദേശങ്ങളോട് കൂടി ഒരു സ്ത്രീയെ സ്പർശിക്കുക തുടങ്ങിയ കേസുകളൊക്കെ വരുമ്പോൾ ഈ പരാതിക്കാരിയുടെ പേര് വ്യക്തമാക്കരുത് എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. അതേ സമയം അതുകൊണ്ട് തന്നെ തന്റെ പേര് മറച്ചു വെക്കരുത്, താൻ പരാതിക്കാരിയായതുകൊണ്ട് തന്റെ പേര് മറച്ചു വെക്കരുതെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകൾക്കെതിരെയും, അതായത് ഈ ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്ത് ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഇപ്പോൾ ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: താങ്കളുടെ മാനസിക നിലയുള്ള കൂട്ടാളികളെയും കൂടി ഒപ്പം കൂട്ടി ഇത് തുടർന്നോളൂ. ഇതായത് വരും ദിവസങ്ങളിൽ തങ്ങളുടെ കൂട്ടാളികൾക്കെതിരെയും പരാതികൾ ഉണ്ടാകും എന്ന് തന്നെ അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, താൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു, താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു. ബോച്ചയ്ക്കെതിരെ ഹണി റോസിന്റെ പരാതി. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന ഹണിയുടെ പരാതിയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും പറഞ്ഞു. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കമ്മീഷണർ പറഞ്ഞു. ജനവിധി എഴുതാൻ ഡൽഹി. ഫെബ്രുവരി 5-നാണ് 70-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ാം തീയതി നടക്കും. 4-ാം ഊഴം ലക്ഷ്യമിടുന്ന ആം ആദ്മി പാർട്ടി, 27 വർഷത്തിനു ശേഷം ഭരണത്തിലെത്താൻ പരിശ്രമിക്കുന്ന BJP, പഴയ പ്രതാപത്തിന്റെ അടുത്തെത്താൻ കോൺഗ്രസും. രാജ്യ തലസ്ഥാനത്ത് ഇത്തവണയും ത്രികോണ പോരാട്ടമാണ്. പതിവ് പോലെ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 1,55,00,000 വോട്ടർമാർ ഫെബ്രുവരി 5-ന് വിധി എഴുതും. There is no question of invalid votes in the EVM. No rigging is possible. High Court and Supreme Court is saying continuously in different judgments which are here. No alteration in results is possible by activating a Trojan horse or a virus. Evidence inspires confidence of the court that they are tamper-proof. What else can be said? EVMs are foolproof devices for counting. Allegations of tampering are baseless. ഭരണവിരുദ്ധ വികാരവും കേജ്രിവാൾ അടക്കമുള്ള നേതാക്കളുടെ അറസ്റ്റുമാണ് ആം ആദ്മി പാർട്ടി നേരിടുന്ന വെല്ലുവിളിയെങ്കിലും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ നടപ്പാക്കിയ വികസനം വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്ക്. കേജ്രിവാളിനെ മടക്കി കൊണ്ടുവരുമെന്നതാണ് ഇത്തവണത്തെ പ്രചാരണ ഗാനം. വിജയം ഉറപ്പെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള കേജ്രിവാളിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടുമ്പോഴും കഴിഞ്ഞ 2 തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് തിരിച്ചടിയുടേതായിരുന്നു. സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും മന്ത്രിമന്ദിരം മോടി പിടിപ്പിച്ചതടക്കം നേതാക്കളുടെ ദൂർത്തുമാണ് BJP ആയുധമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. കഴിഞ്ഞ 2 തവണയും ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസ് പരമ്പരാഗത വോട്ട് ബാങ്കായ ദളിത്, മുസ്ലിം വോട്ടുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പരമ്പരാഗത വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനായാൽ ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകളെയാകും ബാധിക്കുക. ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടേറിയ ഡൽഹി അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിനാകും ഇനിയുള്ള 29 നാൾ സാക്ഷിയാകുക. ന്യൂസ് 18 ഡൽഹി.
HMPV വൈറസിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. രാജ്യത്തെ നിലവിലെ സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചൈനയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായ റിപ്പോർട്ട് ചെയ്തുവന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടെ വലിയ ആശങ്ക രൂപപ്പെട്ടിരുന്നു. കോവിഡ് പോലെ പൊട്ടിപ്പുറപ്പെടുമെന്ന പ്രചാരണങ്ങളുമുണ്ടായി. എന്നാലിപ്പോൾ അത്തരം ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ ചികിത്സയിലുള്ള 5 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ബംഗളൂരുവിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞ് ആശുപത്രി വിട്ടു. മറ്റു കുട്ടികളും വരും ദിവസങ്ങളിൽ ആശുപത്രി വിടുമെന്നാണ് സൂചന. വൈറസ് റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചത്. HMPV കേരളത്തിൽ മുമ്പും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും 2001 മുതൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. വൈറസിന് ജനിതകമാറ്റം സംഭവിച്ചാലേ ആശങ്കപ്പെടേണ്ടതുള്ളൂവെന്നും കാര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി. ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ച് ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം വൈറസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ശ്വാസതടസ്സ രോഗങ്ങളെക്കുറിച്ച് കേന്ദ്രം പരിശോധന തുടങ്ങി. വൈറസ് വ്യാപനം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ബോധവൽക്കരണം ആരംഭിക്കാനും സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ HMPV കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശ്വാസകോശ രോഗങ്ങൾക്കുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റാണ് HMPVക്കെതിരെ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉപയോഗിക്കാതിരുന്ന നമ്പർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഫോണിന്റെ ഉടമ അറസ്റ്റിലായതിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കൊല്ലം സ്വദേശി ജിതിനെയാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിതിൻ ജയിലിലാവുകയും ചെയ്തിരുന്നു. തനിക്ക് നേരിട്ട ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും DGPക്ക് കത്ത് നൽകി. ന്യൂസ് 18 ഇംപാക്ട്. 2015 നമ്പർ 2019 ജിതിൻ ഒഴിവാക്കിയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇതേ നമ്പർ ഉപയോഗിച്ച് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി. ഇതിലായിരുന്നു കൊല്ലം സ്വദേശി ജിതിന്റെ അറസ്റ്റ്. ഇതേക്കുറിച്ചാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയത്. തെലങ്കാന പോലീസിന്റെ നടപടികളും വിശദമായി പരിശോധിക്കുന്നു. എത്തിയത് പോലീസുകാർ മാത്രമായിരുന്നോ എന്നതാണ് പ്രധാന പരിശോധന. സംസ്ഥാന പോലീസിനെ അറിയിക്കാതെയുള്ള അറസ്റ്റിലും ദുരൂഹതകളുണ്ട്. അറസ്റ്റ് നടന്ന സമയത്ത് കൊല്ലത്ത് ഹോട്ടലിൽ ദിവസങ്ങളോളം തെലങ്കാന സംഘം തങ്ങിയത് എന്തിനെന്നും അന്വേഷിക്കുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഇതേ സംഘം നടത്തിയ നീക്കങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. ജിതിന്റെ പേരിലുള്ള കേസുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. തനിക്ക് നേരിടേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനത്തെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ കാര്യമുന്നയിച്ച് പ്രതിപക്ഷ നേതാവിനും DGPക്കും കത്തു നൽകുകയും ചെയ്തു. ജിതിന്റെ പരാതിയിൽ സംസ്ഥാന സൈബർ പോലീസും അന്വേഷണം നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്ലസി ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സാധാരണഗതിയിൽ ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ പരിഗണിക്കാറുള്ളത്. 8-ാം തീയതി മുതൽ വോട്ടിംഗ് ആരംഭിക്കും. അനന്തപുരിയിൽ ഫോട്ടോ ഫിനിഷിനായി പോരാട്ടം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം 4-ാം ദിവസത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് മത്സരം. 877 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. 875 പോയിന്റുമായി തൃശൂർ തൊട്ടു പിന്നിലുണ്ട്. പാലക്കാട് 3-ാം സ്ഥാനത്തും കോഴിക്കോട് 4-ാം സ്ഥാനത്തുമാണ്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സന്നിധാനത്ത് ദീപാരാധന.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. കാർ റേസിംഗിനിടെ ഉണ്ടായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട തമിഴ് ചലച്ചിത്ര താരം അജിത്ത്. ദുബായിൽ പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു അപകടം. മലയാളം സിനിമയിലെ 21ഓളം പ്രമുഖ താരങ്ങളെ അണിനിരത്തി സെലിബ്രിറ്റി ഫാഷൻ ഷോയുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. ജനുവരി 4-ന് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കുടുംബ സംഗമത്തിലാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഷോക്കേസ് ചെയ്തത്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ ലോഗോ നെയ്തെടുത്ത കാഞ്ചീപുരം സാരി പ്രമുഖ താരങ്ങളായ മഹിമ നമ്പ്യാരും മിഥുൻ രമേശും ചേർന്ന് ലോഞ്ച് ചെയ്തു. അമ്മ കുടുംബ സംഗമത്തിൽ മോഹൻലാൽ അറ്റ്ലസ് മഹാറാണി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വിക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. പൂർണ്ണമാകുന്നു ലൈവ് അറ്റ് 6. ഇനി സകലമാന കേരളവുമായി KP അഭിലാഷ്. നമസ്കാരം.